ഉസ്താദ് എങ്ങനെ? ഉസ്താദന്മാരിപ്പോ പാട്ട് പാടുമല്ലോ. എന്താ ഉസ്താദ് അല്ലായ? ഉസ്താദ് തെറ്റ് ചെയ്താ തെറ്റ് തന്നെ, തങ്ങൾ തെറ്റ് ചെയ്താ തെറ്റ് തന്നെ. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ ഞങ്ങൾക്കൊന്നും നിങ്ങൾക്കൊന്നും. ഇപ്പം കണ്ടില്ല, ഒരു ഉസ്താദ് ഈമാൻ കൂടിയിട്ട് പെണ്ണുമ്പിള്ള പ്രസവിക്കാൻ ആശുപത്രി വിടാണ്ട് കൊണ്ടുപോകാതെ കിടന്നില്ല. ഓന്റെ പേരും സിറാജുദ്ദീൻ എന്ന. അള്ളാഹ് എല്ലാരും എനിക്കത് ഇങ്ങോട്ട് ഇട്ട് തരുന്നുണ്ട്. സിറാജുദ്ദീൻ ആ പത്ര റിപ്പോർട്ട് എനിക്ക് ഇട്ട് തരുന്നുണ്ട്. നമ്മുടെ പേരായതുകൊണ്ട്. എടാ, പെണ്ണുമ്പിള്ളക്ക് പ്രസവം ഉണ്ടായ ആശുപത്രി കൊണ്ടുപോകണം. അസുഖം ഉണ്ടോ എന്ത് ചെയ്യണം? രോഗം വന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? രോഗം വന്നാൽ എന്ത് ചെയ്യണം? മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചാലല്ലേ രോഗം മാറത്തുള്ളൂ. അല്ല ചുമ്മാ ദിക്റും ദുആയും പറഞ്ഞുകൊണ്ടിരുന്നാൽ മാറും? അവനവൻ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്യണം. എല്ലാം അല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സഹാബത്ത് വന്നു. നബിയെ, നിങ്ങളുടെ വാഹനം എന്തേ? അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് നബിയെ. ഒട്ടകത്തെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഒട്ടകത്തെ അഴിച്ചങ്ങ് വിട്ടിരിക്കുക. എന്നിട്ട് തവക്കൽതു അലല്ലാഹ് നോക്കിക്കോളാൻ നബി തങ്ങൾ പറഞ്ഞു, പോയി കെട്ടിയിട്ടിട്ട് തവക്കൽ ഏൽപ്പിക്കാൻ നബിയിന റസൂലുള്ളാഹി. എന്ത് മനസ്സിലായി? ഒട്ടകത്തെ കൊണ്ടുവന്ന് അഴിച്ചു വിട്ടിട്ട് അള്ളാഹ് നോക്കിക്കൊള്ളുന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. നീ പോയി കെട്ടിയിട്ടിട്ട് അള്ളാഹിനോട് പറ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് പറഞ്ഞാൽ എല്ലാം പറയണം. ഇപ്പൊ പെണ്ണുങ്ങളെല്ലാം വല്ലാത്ത അവസ്ഥയാ. എല്ലാത്തിന്റെ കാര്യവും പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ? പടച്ചവനെ, ഉമ്മാനെ വല്ലാതെ സ്നേഹിക്കുന്ന മകനാണ്. ഉമ്മയ്ക്കും തന്റെ പൊന്നാര മകനോട് വല്ലാത്ത സ്നേഹമാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് കേൾക്കുകയാ. നബിതങ്ങളെ കുറിച്ച് വല്ലാതെ കേൾക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് നബിതങ്ങളുടെ പ്രഭാഷണം കേൾക്കാൻ പോവുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രസംഗം കഴിഞ്ഞപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ചാരത്തു ചെല്ലുകയാണ്. നബിതങ്ങളുടെ ചാരത്തു ചെന്നിട്ട് അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാവുകയാ. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നേരെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഞാൻ മുസ്ലിമായുമ്മ, നിങ്ങളും മുസ്ലിമാകണം ഉമ്മ. ഉമ്മ പറഞ്ഞു, ഒരിക്കലും ഞാൻ മുസ്ലിമാകില്ല. നീ മര്യാദയ്ക്ക് മതം മാറ്, നമുക്ക് പഴയ മതം തന്നെ മതി. പടച്ചവനെ, മാതാവ് തന്റെ പൊന്നാര മകനോട് പറയുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു വലിയ കാര്യമാക്കിയില്ല. പടച്ചവനെ, എഴുന്നേറ്റ് നബി തങ്ങളുടെ മുമ്പിൽ പോകും, ഇബാദത്തുകൾ ചെയ്യും, നല്ല കാര്യങ്ങൾ കേൾക്കും, വീട്ടിലേക്ക് മടങ്ങി വരും. ഉമ്മയുടെ കൂടെ ഒരേ വീടിന്റെ അകത്താണ് താമസിക്കുന്നത്. അവസാനം തന്റെ പൊന്നാരകൻ മുസ്ലിമായി, തന്റെ പൊന്നാര മകൻ മുസ്ലിമായെന്ന് കുടുംബക്കാരും അയൽവാസികളും അറിയുമ്പോ ഉമ്മയ്ക്ക് വാശിയായി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് അവിടെന്ന് പറഞ്ഞു, മോനെ, നീ പഴയ മതത്തിലേക്ക് മടങ്ങി വരണം. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറഞ്ഞു, അതുമാത്രം എന്റെ ഉമ്മ എന്നോട് പറയരുത്, ഞാൻ എന്തായാലും സമ്മതിക്കില്ല. ഉമ്മ പറഞ്ഞു, എങ്കിൽ ഞാൻ പട്ടിണി കിടക്കാൻ പോവുകയാ. നീ മതം മാറാതെ നിന്റെ ഉമ്മ ഇനി ഭക്ഷണം കഴിക്കൂല. നീ മതം മാറാതെ നിന്റെ ഉമ്മ വെള്ളം കുടിക്കൂല. ഞാൻ സത്യാഗ്രഹം തുടങ്ങുകയാണ്. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ചിന്തിക്കുകയാണ്, വിശക്കുമ്പോ ഉമ്മ ഭക്ഷണം കഴിക്കുമല്ലോ, ദാഹിച്ച വെള്ളം കുടിക്കുമല്ലോ, അതുകൊണ്ട് വലിയ പരിഗണന കൊടുത്തില്ല. ഉമ്മ പടച്ചവനെ വീടിന്റെ അകത്ത് പട്ടിണി കിടക്കുകയാണ്. വല്ലാത്ത വാശിയുള്ള ഉമ്മയാ. മാതാവ് പട്ടിണി കിടക്കുകയാണ്. പടച്ചവനെ, ഒരു ദിവസം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ ചാരത്ത് വന്നിട്ട് ഭക്ഷണം കൊണ്ടുപോവുകയാണ്. ഉമ്മ പറഞ്ഞു, മതം മാറാതെ ഞാൻ കഴിക്കൂല. നീ മതം മാറാതെ ഞാൻ ഈ ഭക്ഷണം കഴിക്കൂല. മരിച്ചാലും കുഴപ്പമില്ല, ഞാനിനി വെള്ളം കുടിക്കൂല. പടച്ചവനെ, മാതാവ് വല്ലാത്ത വാശിയിലാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന് സങ്കടമായി. അങ്ങനെ ജനങ്ങൾ പറഞ്ഞു, സഅദ്, നിന്റെ
ഉമ്മ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിന്റെ അടുക്കലേക്ക് വരികയാണ്. ഉമ്മാടെ ചാരത്തേക്ക് വന്ന് ഭക്ഷണവും വെള്ളവും എടുത്തുകൊണ്ട് മാതാവിന്റെ അടുക്കലേക്ക് പോകുമ്പോ ഉമ്മ പറഞ്ഞു, മതം മാറാതെ ഞാൻ കഴിക്കൂല, നീ മതം മാറിയിട്ട് പഴയ മതത്തിലേക്ക് തിരിച്ചു വരണം. സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞു, ഞാൻ മതം മാറൂല, ഞാൻ പട്ടിണി കിടന്നു മരിക്കുമടാ സഅദ്. മരിക്കേണ്ടി വന്നാലും ഉമ്മ പറയുകയാണ്, ഞാൻ പട്ടിണി കിടന്നു മരിക്കുമടാ. നാട്ടുകാർ മുഴുവനും നിന്നെ പറയും നീ ഉമ്മയെ കൊന്നവനാണെന്ന്. നാട്ടുകാർ മുഴുവനും മരിക്കുന്ന കാലം വരെ പറയും, സഅദ് നീ ഉമ്മയെ കൊന്നവനാണെന്ന് നാട്ടുകാര് പറയുമടാ. മര്യാദയ്ക്ക് മതം മാറൂ, മര്യാദയ്ക്ക് മതം മാറൂ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറഞ്ഞു, ഇല്ല ഉമ്മ. വല്ലാത്ത സങ്കടമായി, വല്ലാത്ത സങ്കടമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ചെല്ലുകയാണ്. ഉമ്മാ നബി തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, സഅദ് നിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നു സഅദ്. നിന്റെ ഉമ്മ മരിച്ചു പോകും സഅദ്, നിന്റെ മാതാവും മരിച്ചു പോകും സഅദ്. ഒന്ന് പോകടാ, നിന്റെ ഉമ്മാടെ ചാരത്തേക്കൊന്നു പോകൂ, നിന്റെ ഉമ്മാനെ നീയൊന്ന് രക്ഷപ്പെടുത്തു. അതാ നാട്ടുകാരും ഒന്ന് പറയുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ക്ഷമിക്കൂ സഅദ്, ക്ഷമിക്കൂ സഅദ്. എന്ത് ചെയ്യണമെന്നറിയില്ല. മാതാവ് പട്ടിണി കിടക്കുകയാണ്, വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഉമ്മ പട്ടിണി കിടന്നിട്ടും മരിക്കാൻ പോവുകയാണ്. പറയുന്നത് അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിയാനാണ്, മുത്തുനബിയെ വലിച്ചെറിയാനാണ്. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മനസ്സൊന്നു വേദനിച്ചപ്പോ, അവിടത്തെ മനസ്സൊന്നു വേദനിച്ചപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അതാ വരികയാണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുമായി വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമൽതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിനിൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ആയത്തുമായി അവിടെ ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നത് എന്തെന്നറിയുമോ? പടച്ചവനെ, മാതാപിതാക്കൾ മോശമായ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കണ്ട. അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ പടച്ചവനെ, വാപ്പയും ഉമ്മയും പറഞ്ഞാൽ അനുസരിക്കണമടോ. അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരെ പരിഗണിക്കണം പടച്ചവനെ. പക്ഷേ അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അനുസരിക്കരുത്. വാപ്പ പറഞ്ഞാലും അനുസരിക്കരുത്, ഉമ്മ പറഞ്ഞാലും അനുസരിക്കരുത്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പട്ടിണി കിടക്കുന്ന മാതാവിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ഭക്ഷണവും വെള്ളവും എടുത്തുകൊണ്ട് മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മാതാവിന്റെ വായിലേക്ക് വെള്ളം കൊണ്ടുപോകുമ്പോ കുടിക്കുമ്മാ കുടിക്കുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ വായുടെ മുമ്പിലേക്ക് വെള്ളം കൊണ്ടുപോകുമ്പോ മാതാവ് പറയുന്നു, മനസ്സു മാറില്ല, മതം മാറാതെ വെള്ളം കുടിക്കൂല, മതം മാറാതെ ഭക്ഷണം കഴിക്കൂല, നീ മതം മാറിയിട്ട് വാ എന്ന് പറയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മാതാവിനോട് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ?
എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാവുമ്മ, എന്നോട് വല്ലാത്ത സ്നേഹമാവുമ്മ, എനിക്കും നിങ്ങളോട് വല്ലാത്ത സ്നേഹമാവുമ്മ, എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്, ഉമ്മയ്ക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണെന്ന് എനിക്കറിയാമുമ്മ. പക്ഷേ എനിക്ക് നിങ്ങളെക്കാൾ ഇഷ്ടമാരെയാണെന്നറിയോ? എനിക്ക് നിങ്ങളെക്കാളും ഇഷ്ടമാരെയാണെന്നറിയുമോ? എന്റെ റബ്ബിനെയാ ഉമ്മ, എന്റെ മുത്തുനബിയാണുമ്മ. ആ മതമാണ് നിങ്ങൾ മാറാൻ പറയുന്നത്, നിങ്ങൾ അല്ലാഹനെയാണ് വലിച്ചെറിയാൻ പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെയാണ് വലിച്ചെറിയാൻ പറയുന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ മാതാവിനോട് പറയുകയാണ്, ഉമ്മ 1000 പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു, 1000 ജന്മം എനിക്ക് അല്ലാഹു തന്നു, 1000 ജന്മത്തിലും ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു. ഞാൻ മുസ്ലിമായതിന്റെ പേരില് 1000 പ്രാവശ്യം ഇതുപോലെ പട്ടിണി കിടന്നിട്ട് എന്റെ മുമ്പിൽ കിടന്നു മരിച്ചാലും അല്ലാഹുവിന്റെ ദീൻ ഞാൻ വലിച്ചെറിയില്ല ഉമ്മ. കാരണം വലുത് ദീനാ ഉമ്മ. അല്ലാഹുവിനെ എനിക്ക് വല്ലാത്ത ഇഷ്ടവാ ഉമ്മ, നിബിതങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടവാ ഉമ്മ. നിങ്ങൾ മതം മാറിയില്ലെങ്കിലും മരിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ കടന്ന് സത്യാഗ്രഹം ചെയ്താ നിങ്ങൾ തോറ്റുപോകുമുമ്മ. നിങ്ങൾ മരിച്ചാലും ഞാൻ മതം മാറൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇതാണടോ ഈമാൻ, ഇതാണടാ ചെറുപ്പക്കാരാ ഈമാൻ. എന്റെ പെൺകുട്ടികളോട് പറയുകയാണ്, ഇന്നലെ കണ്ടവന്റെ കൂടെ പരിശുദ്ധമായ ദീന് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന പെങ്ങള്, ഇന്ന് നിനക്ക് ദീൻ വേണ്ടല്ലോ. ഇന്നത്തെ പെൺകുട്ടികൾക്ക് ദീനൊന്നും വേണ്ട, അവര് കളിയാക്കുകയാ, അവര് പരിഹസിക്കുകയാ. ഇന്നവര് ദീനിനെ തന്നെ കളിയാക്കുന്ന രംഗമാ. മോളെ എങ്ങോട്ടുള്ള പോക്കാമോളെ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഇന്നത്തെ പെൺകുട്ടികളുടെ പ്രവർത്തനങ്ങൾ വല്ലാത്ത സങ്കടപ്പെടുത്തുന്നതാ. അള്ളാന്റെ ദീനിനെ തന്നെ നാണം കെടുത്തുന്നില്ലേ? ഫർദയിട്ടിട്ട് തലയിൽ തുണിയുമിട്ടിട്ട് ഇൻസ്റ്റാഗ്രാമില് വീഡിയോയിട്ട് കളിയാക്കുന്ന യുവത്വമേ, ഉസ്താദന്മാരുടെ പ്രസംഗങ്ങളെ ട്രോളുകയല്ലേ? സ്വർഗത്തെ നിനക്ക് വിശ്വാസമില്ല, നരകത്തിൽ നിനക്ക് വിശ്വാസമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നിനക്ക് വിശ്വാസമില്ല. ഇന്ന് കളിയാക്കുകയല്ലേ? എടാ ചെറുപ്പക്കാരാ, ഇന്ന് അല്ലാഹുവിന്റെ ദീനിനെ പരിഹസിക്കുകയല്ലേ? മക്കളെ, പറയുന്നവനെ നിങ്ങൾ കളിയാക്കരുത്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, പൊന്നുമോളെ, അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം ചെയ്യാ. ഉമ്മയാണ് പറയുന്നതെങ്കിലും അനുസരിക്കണ്ട, പാപമില്ല, ശിക്ഷയില്ല. ചെറുപ്പക്കാരാ, വാപ്പയാണ് കള്ളു കുടിക്കാൻ പറയുന്നത്, കഞ്ചാവടിക്കാൻ പറയുന്നത്. സ്വന്തം ഉമ്മ മകളോട് പറയുകയാണ്, കൂടെ പഠിക്കുന്നവന്റെ ബൈക്കിന്റെ പുറകിൽ കയറി പോകില്ല ഉമ്മ, അത് പാപവാ ഉമ്മ. ഒരു തന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ അത് പാപമാണ്, ചെയ്യില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകണം പെണ്ണ്. നിന്നെ വിഭാഗം കടിക്കാതെ ഒരുത്തനും നിന്റെ ശരീരത്തിൽ തൊടാരു സമ്മതിക്കല്ലേ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, സഅദ് ഇബ്നു അബീ വഖാസിനോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നിന്റെ മാതാപിതാക്കളും മുസ്ലിമല്ല അമുസ്ലിമാ, എങ്കിലും നീ അവരെ ബഹുമാനിക്കണം, എങ്കിലും നീ അവരെ ആദരിക്കണം, എങ്കിലും അവർക്ക് ആവശ്യമുള്ളത് മുഴുവനും നീ ചെയ്തു കൊടുക്കണം. അത് നിന്റെ മാതാപിതാക്കളാണ്. അവരല്ലാന്റെ ദീനിനെതിരായിട്ടുള്ള കാര്യം പറഞ്ഞ അനുസരിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അതാ വരുന്ന പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുകയാ. അതുകൊണ്ട്
അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയുമോ? പ്രലോഭനങ്ങളിൽ വീണു പോകരുത്, സമ്മർദ്ദങ്ങളിൽ വീണു പോകരുത്. പല സമ്മർദ്ദവും വരും ചെറുപ്പക്കാരാ. കൂടെ കിടന്നവള് പറയുമിക്ക ഞാൻ സ്വർണം വാങ്ങിത്തരാ, അതാ പറയുകയാണ് വീട് വെക്കണമിക്ക, വീട് വെക്കണമിക്ക. മോളെ പൈസ ഇല്ലെന്ന് പറയുമ്പോ ഭാര്യ സ്വർണം തന്നിട്ട് പറയുന്നു കൊണ്ട് പണയം വെച്ചിട്ട് കൊണ്ടുവായിക്ക, കൊണ്ട് പണയം വെക്ക്. ഇതെല്ലാരും ചെയ്യുന്നതല്ലേ? പറയണം പാവമാ പാവമാ പാവമാ. പടച്ചവനെ വീട് വെക്കാ പണമില്ലാതെ വന്നപ്പോ ഉമ്മ പറയുന്നു ലോൺ എടുക്കടാ മോനെ, ഭാര്യ പറയുന്നു ലോൺ എടുക്കടാ എന്ന്. എല്ലാരും പറയുന്നു ലോൺ എടുക്കാർ, പലിശയുമായി ബന്ധപ്പെടാർ. പറയണം ചെറുപ്പക്കാരാ പാപമാ. പടച്ചവനെ ഒരിക്കലും ഞാനതിന് കൂട്ടുനിൽക്കില്ല. സമ്മർദ്ദങ്ങൾ പല രീതിയിൽ വരികയാണ്, പ്രലോഭനങ്ങൾ പല രീതിയിലും വരികയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇതുപോലെയുള്ള ചെറുപ്പക്കാർ ഈ സമുദായത്തിൽ ഉണ്ടാകണമെന്നാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹു സഹായിച്ച മൂന്നാമത്തെ അടിമയാരെന്നറിയുവോ? അതൊരു പെണ്ണാണ്. അതൊരു പെണ്ണാണ്. ഏതു പെണ്ണാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ. ആയിഷയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്ത് ഇറങ്ങുകയാണ്. എപ്പോഴാണ് ആയിഷയുടെ മനസ്സ് വേദനിച്ചതെന്നറിയുമോ? അല്ലാഹുവേ, മുഅ്തത്ത് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാ. മൂന്നാമത്തത് ഒരു പെണ്ണാണ്, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു പഠിക്കാൻ ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്തത്ത് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. ആ യുദ്ധത്തിൽ നബിതങ്ങളുടെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉണ്ട്. അപ്പൊ ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ യാത്രയാണ്, വലിയ ദൂരമുള്ള യാത്രയാ. അപ്പോ എല്ലാവരും യാത്രയൊക്കെ നിർത്തി മലമൂത്ര വിസർജനമൊക്കെ നടത്തണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആദ്യം ആയിഷ ബീബിയെ പറഞ്ഞു വിട്ടു. ആയിഷ ബീബി പോയി തന്റെ ആവശ്യ പൂർത്തീകരണമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് വാഹനത്തിൽ കയറി. അപ്പൊ ആയിഷ ബീബി കയറുന്നത് എല്ലാവരും കണ്ടു, നബിതങ്ങളും കണ്ടു, സ്വഹാബത്തും കണ്ടു. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കയറിയതിന് ശേഷം ആണുങ്ങൾ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആയിഷ ഇങ്ങനെ നോക്കുമ്പോ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി, ആ പോയ സ്ഥലത്താണ് മാല നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. അപ്പൊ ആയിഷ ബീബി ഇങ്ങനെ ഒട്ടകക്കട്ടിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി, ആരെങ്കിലും ഉണ്ടോ? ആരെയും കാണുന്നില്ല, നബിതങ്ങളെ കാണുന്നില്ല, സഹാബത്തിനെ കാണുന്നില്ല. അപ്പൊ ആരെയും കാണാതെ വന്നപ്പോ ആയിഷ ബീബി വിചാരിച്ചു, എന്നാ പോയി ഓടിപ്പോയി എടുത്തിട്ട് വരാം, മാലയല്ലേ, വളരെ ഇഷ്ടപ്പെടുന്നൊരു മാല, അതുകൊണ്ട് ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആരോടും പറയാതെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങിപ്പോയി. നബിതങ്ങളും സ്വഹാബത്തും തിരിച്ചു വന്നു. ആയിഷ ബീബി വാഹനത്തിൽ കയറുന്നത് കണ്ടത് കാരണം ആരും നോക്കിയില്ല. അത് പൊക്കിയെടുത്ത് മുകളിൽ വെച്ചിട്ട് യാത്ര തുടർന്നു. ആയിഷ ബീബിക്ക് വലിയ തടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭാരവും ഇല്ല. അങ്ങനെ എല്ലാരും പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോൾ ആരെയും കാണാനില്ല, എല്ലാരും പോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. മരുഭൂമിയിൽ ഒരു സൈഡിൽ ഇരുന്നിട്ട് ആയിഷ ബീബി കരയാൻ തുടങ്ങി. അപ്പോഴാണ് ചെറുപ്പക്കാരനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്ക് ഇങ്ങനെ കുതിരപ്പുറത്ത് വരുന്നുണ്ട്. ആ സഹാബി അങ്ങനെ വരാനുള്ള കാരണം, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടി ഏറ്റവും അവസാനം വരുന്ന സഹാബിയായിരുന്നു സൗബാൻ റളിയല്ലാഹു തആല അൻഹു. ആ സഹാബി ഇങ്ങനെ വരുമ്പോ വഴിയോരത്തൊരു പെണ്ണിങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്, ഹിജാബൊക്കെ ഇട്ടിട്ട്. ആരാന്നറിയണില്ല. ഇപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാ, എന്താ ഇവിടെ ഇരുന്ന് കരയുന്നേ? ഇപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആയിഷ മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല, ഞാൻ ആയിഷയ, മുത്തുനബിയുടെ ഭാര്യ ആയിഷയ. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിന് ആയിഷ ബീബിയുടെ സംസാരം അറിയാം, ശബ്ദം അറിയാം, പരിചയമുണ്ട്.
അപ്പൊ ഞാൻ മുത്തുനബിയുടെ ഭാര്യയായ ആയിഷയാണെന്ന് പറയുമ്പോ ഇന്നാലില്ല ചാടി ഇറങ്ങി വാഹനത്തിന്റെ മുകളിൽ. എന്ത് പറ്റി ഉമ്മാന്നൊന്നും ചോദിച്ചില്ല. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ വാഹനത്തിന്റെ മുകളിൽ കയറുമ്മ, ഞാൻ മുമ്പിൽ നടക്കാം ഉമ്മ. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കയറി യാത്ര തുടർന്നു. സഫ്വാൻ തങ്ങൾ നടന്നു മുന്നിൽ. നബിതങ്ങളും സ്വഹാബത്തും യാത്ര ചെയ്ത് വെളുപ്പാങ്കാലമായി. അപ്പോഴാണ് ആയിഷ ഇല്ലെന്നറിയുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇല്ലെന്നറിഞ്ഞപ്പോ പിന്നെ വലിയ വിഷയമായി. നബിതങ്ങളുടെ ഭാര്യ കാണുന്നില്ല. എല്ലാവരും പ്രശ്നമായി. എല്ലാവരും ഒരുമിച്ച് കൂടി. എന്തു പറ്റിയെന്നറിയാതെ എല്ലാവരും വല്ലാത്ത ടെൻഷനിലായി. എല്ലാരും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും ചെറുപ്പക്കാരനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രി മുഴുവനും യാത്ര ചെയ്ത് രണ്ടുപേരും ഒറ്റയ്ക്ക് ഇങ്ങനെ വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളെയും സഹാബത്തിനെയും കണ്ടപ്പോൾ ഒരു സമാധാനമായി. നബിതങ്ങളോട് ചെന്നിട്ട് സംഭവിച്ചത് മുഴുവനും പറഞ്ഞു കൊടുത്തു. സഫ്വാൻ തങ്ങൾ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും സമാധാനമായി. യാത്ര തുടങ്ങാൻ സമയമായപ്പോ ആ കൂട്ടത്തിൽ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരുത്തരുണ്ടായിരുന്നു. അവൻ മുസ്ലിമിന്റെ പേരേ ഉള്ളൂ, കയ്യിലിരിപ്പൊന്നും അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹമില്ലാത്തവനാ. അവൻ എന്ത് നബിതങ്ങള്, എന്ത് മുസ്ലിം, എന്ത് ആയിഷ. അവൻ പറഞ്ഞു, രണ്ടുപേരും ഇന്നലെ രാത്രി ചെറുപ്പക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം തുടങ്ങി. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നു. കേട്ടവർ വിശ്വസിച്ചു. എന്തുകൊണ്ട്? പറഞ്ഞത് നബിതങ്ങളുടെ കൂടെ പോയവരായിരുന്നു. അമുസ്ലിമീങ്ങളല്ല പറഞ്ഞത്, നബിതങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്. അതുകൊണ്ട് കേട്ടവർ മുഴുവനും വിശ്വസിച്ചു. നാട് മുഴുവനും പരന്നു. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കേട്ട് മടുത്തു നബിതങ്ങള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പള്ളിക്കകത്ത് കയറി. പള്ളിയുടെ മിഹ്റാബിൽ കയറിയിട്ട് നബിതങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളെല്ലാരും എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ഒരു ഭർത്താവിന്റെ നിലപാട് ഇങ്ങനെ ആയിരിക്കണം. ഒരു ഭാര്യയെ കുറിച്ച് ഒരു അപവാദം പറയുമ്പോ, ഒരു ഭർത്താവിനെ കുറിച്ച് ഒരു അപവാദം പറയുമ്പോ ഒരു ഭർത്താവിന്റെ നിലപാട് എന്തായിരിക്കും? നബിതങ്ങൾ പറഞ്ഞ മറുപടി, വല്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എനിക്കറിയാം എൻ്റെ ആയിഷാനെ, എനിക്കറിയാം എൻ്റെ ആയിഷാനെ. ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവള ആയിഷ, എനിക്കറിയാം അവളെ. ഇന്നു വരെ നല്ലതല്ലാത്ത ഒരു കാര്യം എൻ്റെ ആയിഷയുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും എൻ്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ആ ആയിഷ ബീബിയുടെ സംഭവം ഉണ്ടായപ്പോ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, ഈ സഹാബി രാത്രി വീട്ടിലേക്ക് കയറി വന്നു. വീട്ടിലേക്ക് കയറി വന്നപ്പോ തന്റെ ഭാര്യ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ആയിഷയെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു ഭാര്യയും ഭർത്താവുമാണല്ലോ. ഈ ഭാര്യയും ഭർത്താവും രാത്രി ഭർത്താവിനോട് ഭാര്യ ചോദിക്കുന്നു, ആയിഷയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്താ അഭിപ്രായം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മോശമായ കാര്യം കേട്ടാൽ, ഒരു കഥ കേട്ടാൽ, ഒരു അപവാദം കേട്ടാൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എങ്ങനായിരിക്കണം? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് അവളൊരുത്തൻ്റെ കൂടെ കറങ്ങാൻ പോയി, അല്ലെങ്കിൽ അവളൊരുത്തൻ്റെ കൂടെ വീട്ടിൽ നിന്ന് പിടിച്ചു എന്നൊരു വാർത്ത കേട്ടാൽ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ല? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ കയ്യിലെങ്ങാണം ഒരു വാർത്ത കിട്ടിയ സുബ്ഹാനല്ലാഹ്, എമ്പുരാന്റെ കഥ പോലും മാറിപ്പോകും. അങ്ങനത്തെ തിരക്കഥകൾ നമ്മൾ എഴുതും. നമ്മുടെ കയ്യിലെങ്ങാണം ഒരു പെണ്ണിന്റെ വീടിന്റെ പരിസരത്തു കൂടെ ഒരുത്തൻ നടന്നു പോയെന്ന് കേട്ടാൽ നമ്മൾ പറയും വീട്ടിനകത്ത് ഇറങ്ങിപ്പോയത് കണ്ടെന്ന്. പിന്നെ കയ്യിൽ നിന്ന് പോയി, പിന്നെ കഥകൾ വല്ലാതെയാ. എന്നാ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് ചോദിച്ചു, ആയിഷ ബീവിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമോ?
ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ആയിഷ ബീവിയുടെ സ്ഥാനത്ത് പെണ്ണെ നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമോ? അപ്പൊ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ ഭാര്യ പറഞ്ഞു, മഅദല്ലാഹ്, വല്ലാഹി ഞാൻ ചെയ്യൂല, പടച്ചോൻ കാക്കട്ടെ, ഞാൻ വ്യഭിചരിക്കാനോ? ഞാനൊരിക്കലും വ്യഭിചരിക്കൂല. ഞാനൊരിക്കലും അങ്ങനെ ആളുടെ കൂടെ പോകുന്ന ആളൊന്നുമല്ല. അള്ളാഹു എന്നെ കാക്കട്ടെ. അപ്പൊ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല ചോദിച്ചു, ഒരു സാധാരണ പെണ്ണായ നീ ചെയ്യത്തില്ലെങ്കിൽ ഈ മുഹമ്മദ് നബിയുടെ ഭാര്യ ചെയ്യോ? ഈ അബൂ അയ്യൂബുൽ അൻസാരിയുടെ ഭാര്യയായ നീ വ്യഭിചരിക്കത്തില്ലെങ്കിൽ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ വ്യഭിചരിക്കോ? എടി, നിന്നെക്കാല് എത്രയോ നല്ലവളാണ് ആയിഷ എന്ന് ആ സ്വഹാബി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ നിലപാട്. നമ്മളെപ്പോഴും നല്ലതേ ചിന്തിക്കാവൂ. നമ്മളെപ്പോഴും നല്ലത് വേണം ചിന്തിക്കാൻ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, ലൗലാ ഇദ സമിഅതുമൂഹു ദന്നൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. എപ്പോഴും നല്ലത് വേണം ചിന്തിക്കാൻ. അതെന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾ ചുമ്മാതെ മിണ്ടാതിരിക്കുക. അത് അവർ സംസാരിച്ചതായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങൾ ചുമ്മാതെ പറയുന്നതായിരിക്കും. അവരങ്ങനെ നടക്കുന്നവരല്ല. ഇവിടെ ഒരു മോശമായ കാര്യം പറയുന്നത് കേട്ടാൽ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതെന്തുമാകട്ടെ, അവരും അള്ളാഹു തമ്മിൽ തീർക്കട്ടെ. ആയിഷ അല്ലെങ്കിൽ ആമിന അവരെന്തെങ്കിലും ചെയ്തെങ്കിൽ അവർ അള്ളാഹു തമ്മിൽ തീർക്കട്ടെ. നീ എന്തിനാ, നീ ഇല്ലാത്ത കഥ പറയാനും അതിന്റെ ചുവട് പിടിക്കാനും നീ എന്തിനാ നിൽക്കണം? അവരും അള്ളാഹു തമ്മിൽ തീർക്കട്ടെ. നീ എന്താ ചെയ്യാ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വഅ്ള് പറയുന്ന ഞാൻ കള്ളു കുടിച്ചു എന്നൊരു വാർത്ത കേട്ടു, നിങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു അലം, കിട്ടിയ പാടെ കിട്ടാത്ത പാടെ എല്ലായിടത്തും പറയും. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ കരുതുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരാമീൻ പറയടോ. ഞാനൊരു തെറ്റ് ചെയ്തു, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോട് മുഴുവനും പറയും. വേണ്ട, നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോയി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് നിങ്ങൾ എന്ത് ചെയ്യും? ആ പെണ്ണിന്റെയും പയ്യന്റെയും ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചിട്ട് ലോകം മുഴുവനും അറിയിക്കും. ലോകം മുഴുവനും പറയും ആയിഷ കേശവന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അങ്ങനെ കരുതുക. എത്ര പറഞ്ഞ് നാണം കെടുത്താൻ പറ്റുമോ അത്രയും നാണം കെടുത്തും. നിങ്ങൾ ചിന്തിക്കുക പെങ്ങളെ, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണിന് തോന്നി, അല്ലാ ഞാൻ ചെയ്തത് പാവം അവിടച്ചവനെ, ഞാൻ ചെയ്തത് തെറ്റാ അവിടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുവോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണം, പുറത്തു കൊടുക്കുവോ? കൊടുക്കുമോ ഇല്ലേ? കൊടുക്കുമോ ഇല്ലേ? ആ പെണ്ണിന് അല്ലാഹു പുറത്തു കൊടുക്കുവോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ, പുറത്തു അള്ളാഹു പുറത്തു കൊടുക്കും. നീ ഈ ഫോട്ടോ ഇട്ടിട്ട് ഷെയർ ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയില്ലേ? നീ അള്ളാഹിനോട് തൗബ ചെയ്ത അള്ളാഹ് പുറത്തു തരുവോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? താത്ത പുറത്തു തരുവോ? നിങ്ങളെന്താ ചിരിക്കണേ? ഓള് പോയി അള്ളാടെ മുമ്പിൽ തൗബ ചെയ്തു, അള്ളാഹ് പുറത്തു കൊടുത്തു. നീ 4 പേരോട് പറഞ്ഞു, നീ തൗബ ചെയ്താ പൊരുത്തപ്പെട്ടു തരുവോ? ഇല്ല. അപ്പൊ നിനക്ക് വിവരമുണ്ട് അല്ലേ? എന്നിട്ടല്ലേ ഈ പണി കാണിക്കണേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ എല്ലാത്തിനും അറിയാം, എല്ലാത്തിനും ഇതറിയാം. എന്നിട്ടല്ലേ തൊഴിലുറപ്പ് പോയി ഇരിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാ ചർച്ച ഇല്ലേ? ഇവിടെ തൊഴിലുറപ്പില്ലുണ്ടപ്പ അല്ലാ റബ്ബേ, അതൊന്നും പറയാതിരിക്കലാടോ. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, എനിക്ക് എൻ്റെ വീട് പൊന്നാ ബഹളം എന്നറിയ, നിങ്ങൾ എന്തൊക്കെ ചർച്ചയാന്നറിയ, പോട്ടെ വല്ലതും പറഞ്ഞാൽ കേസായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാർ. ഇവരെന്തും പറയാൻ പാടില്ല. ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എടീന്നൊന്നും വിളിക്കരുത് കേട്ടോ. ഭാര്യയെ കയറി എടീന്നൊന്നും വിളിച്ചേക്കരുത്. ആമിനെ കൊണ്ട് കേസ് കൊടുത്ത് അകത്ത. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്കൊക്കെ സ്വർഗം തരുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല ഇതൊന്നും അറിഞ്ഞില്ല. ആയിഷ ബീബി കഥ ഒന്നും അറിയണില്ല. പനി പിടിച്ചു, വീടിന്റെ അകത്ത് കിടക്ക. നബിതങ്ങളോട് ചോദിച്ചു, നബിയെ ഞാൻ വീട്ടിൽ പൊക്കോട്ടെ നബിയെ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കും മോളെ, സമാധാനം കിട്ടട്ടെ. പക്ഷെ ആയിഷ ബീവി വീട്ടിൽ പോയപ്പോഴാ ഈ പുറത്തു നടക്കുന്ന സംഭവം മുഴുവനും അറിയുന്നേ. വല്ലാതെ സങ്കടപ്പെട്ടു പോയടോ. ആയിഷ ബീബി തകർന്നുപോയി. ഭക്ഷണമില്ല, വെള്ളം കുടിയില്ല, ഇങ്ങനെ കരച്ചല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയും, എൻ്റെ മോൾ ഇങ്ങനെ കിടക്കും അനങ്ങാതെ. ഞാൻ പോയിട്ട് കാലി തട്ടി നോക്കും ജീവനുണ്ടോന്ന്. അത്രത്തോളം ആയിഷ കരഞ്ഞു.
ആയിഷ ബീവി കരഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ 10ഓളം ആയത്ത് ഒറ്റയടിക്ക്. ആയിഷ ബീവിയുടെ മനസ്സൊന്ന് സങ്കടപ്പെട്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് കരഞ്ഞപ്പോ പരിശുദ്ധമായ ഖുർആനിൽ അവിടെ ആയത്തിറങ്ങുകയാണ്. ആയിഷ നിരപരാധിയാ, ആയിഷ നിരപരാധിയാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവിടെ ആയത്തിറങ്ങുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, മനസ്സു വേദനിച്ചപ്പോ അല്ലാഹു സമാധാനിപ്പിച്ച മൂന്നാമത്തെ അടിമ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആയിഷ ബീബി ആയത്തുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഖുർആനിൽ ആയത്ത് തുടർച്ചയായി ഇറങ്ങി മഹദിയായ ആയിഷ ബീവിക്ക് വേണ്ടി. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. അപ്പൊ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം, ഒരു വാർത്ത കേട്ടാൽ നീ നല്ലത് മാത്രം ചിന്തിക്ക്, ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത്, കണ്ണിൽ കാണാത്തത് പറയരുത്, ഉറപ്പില്ലാത്തത് പറയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറപ്പില്ലാത്ത വിഷയം അത് താടിയുള്ളവനാ പറയുന്നേ, തഴമ്പുള്ളവനാ പറയുന്നേ, ഫർദയും ഹിജാബും ഇട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തസ്ബീഹ് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കണ ഉമ്മായ പറയുന്നെങ്കിലും വിശ്വസിക്കരുത്. കാണുമ്പോ തന്നെ ഓടിയേക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവൻ, ഒരു പാവി, ചിലപ്പോൾ താടി കാണും, ചിലപ്പോൾ തൊപ്പി കാണും, ചിലപ്പോൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ പ്രഭാഷകനായിരിക്കും, ചിലപ്പോൾ പള്ളിയിലെ ഇമാമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മയായിരിക്കും. നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ നീ കേൾക്കരുത്. കൺഫേം ചെയ്യാതെ പറയരുത്.